ഹായ് ഓൾ. ഈ സെഷനിൽ എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും പിന്നീട് പഠിക്കാനുള്ള പല കാര്യങ്ങളുടെ ബേസും പുതിയ പുതിയ ടേംസുകളും പിന്നെ പുതിയ അറിവുകളുമാണ് ഈ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് കടക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ഞാൻ തരാം. ഇത് ഫസ്റ്റ് പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്കൊരാളെ ആദ്യം പരിചയപ്പെടാം. റോബർട്ട് ഹൂക്ക് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഈ റോബർട്ട് ഹൂക്ക് ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ സയൻസ് എന്ന് പറഞ്ഞ വേൾഡിലോട്ട് ഉള്ള പല വർക്ക്സും, സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു വലിയ ഒരു ഫീൽഡാണ്. പല ഫീൽഡുകളും ഉണ്ടായില്ലേ. ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ആസ്ട്രോണമി ആയിക്കോട്ടെ, ഈ സയൻസിലുള്ള പല ഭാഗങ്ങളിലും പുള്ളിക്കാരൻ്റെ കോൺട്രിബ്യൂഷൻ കാരണം ഈ റോബർട്ട് ഹൂക്കിനെ റെനേസൻസ് മാൻ ഓഫ് 17th century എന്നും കൂടി പറയാറുണ്ട്. കാരണം സയൻസിൽ തന്നെ പുതിയ പുതിയ വഴിത്തിരിവുകളിലോട്ട് പുള്ളിക്കാരൻ്റെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റെനേസൻസ് മാൻ ഓഫ് 17th century എന്ന് പറയാറ്. പുള്ളിക്കാരൻ്റെ മെയിൻ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഹീസ് മെയിൻലി നോൺ ഫോർ ഹൂക്സ് ലോ, പിന്നെ മൈക്രോസ്കോപ്പി, കോയിനിങ് ദ ടേം സെൽ. ഫിസിക്സിൽ നമുക്ക് പിന്നീട് നമ്മളത് പഠിക്കും. ഫിസിക്സിൽ ഒരു ഹൂക്സ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ പുള്ളിക്കാരൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിന് ഈ പുള്ളിക്കാരൻ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ മൈക്രോസ്കോപ്പി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ 17th century സമയത്തൊക്കെ ഇപ്പോൾ ലാബിൽ കാണുന്ന മൈക്രോസ്കോപ്പ് ഭയങ്കര അഡ്വാൻസ്ഡ് ഒക്കെ ആയിട്ടുള്ള മൈക്രോസ്കോപ്പാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അങ്ങനെ പല മൈക്രോസ്കോപ്പുകളും ഉണ്ട്. അക്കാലത്ത് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ അറിയാവുന്ന പല കാര്യങ്ങളും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്ങോട്ട് ലീഡ് ചെയ്യാമെന്ന് പോലുള്ളൊരു ഐഡിയ ഇല്ലാത്ത കാലമായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ സെൽഫായിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു മൈക്രോസ്കോപ്പ്, വെൽ ഡെവലപ്ഡ് അല്ല, സ്വന്തമായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളുകൊണ്ട് പുള്ളിക്കാരൻ സെൽഫ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് പുള്ളിക്കാരൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടുള്ള മൈക്രോസ്കോപ്പ് കണ്ടുപിടുത്തങ്ങൾക്ക് ബേസായിട്ട് പുള്ളിക്കാരനാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പുള്ളിക്കാരൻ ഭയങ്കര ഫേമസാണ്. പിന്നെ സെൽ എന്ന് പറഞ്ഞ ടേമില്ലേ, ഇദ്ദേഹമാണ് കോയിൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റോബർട്ട് ഹൂക്കിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ടറി പാർട്ട് ഞാൻ തന്നു. പുള്ളിക്കാരൻ ഭയങ്കര അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളിക്കാരൻ്റെ സയൻസിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കാരണം 17th century റിനേസൻസ് മാൻ എന്ന് അറിയപ്പെടുന്നു. പിന്നെ പുള്ളിക്കാരൻ 3 കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് അറിയപ്പെടുന്നത്. ഒന്ന്, ഹൂക്സ് ലോ കണ്ടെത്തിയതിന്, പിന്നെ മൈക്രോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടിയിട്ടുള്ളത്, പിന്നെ കോയിനിങ് ദ ടേം സെൽ. ഓക്കെ, ഇവിടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ സെൽഫ് ഡിഫൈൻഡ് മൈക്രോസ്കോപ്പാണ്. അതായത് പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ്. വലിയ അഡ്വാൻസ്ഡ് ഒന്നല്ല, പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ്, അതിൻ്റെ മെയിൻ ബേസിക് കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരനെ കുറിച്ച് ഇപ്പോൾ ഒരു അറിവ് കിട്ടിയില്ല. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോബർട്ട് ഹൂക്കും സെല്ലും തമ്മിലുള്ള ആ ഒരു ലിങ്ക് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് വേറൊന്നും റോബർട്ട് ഹൂക്കിനെ കുറിച്ചിട്ട് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. റോബർട്ട് ഹൂക്കും ആൻഡ് സെൽസും. അപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രീഫായിട്ട് പറയാം. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1665 നമ്മുടെ ഈ റോബർട്ട് ഹൂക്ക് സെൽഫ് ഡിഫൈൻഡ് ചെയ്ത ഒരു മൈക്രോസ്കോപ്പിലൂടെ ഈ കോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരത്തിൻ്റെ പുറത്തത്തെ തൊലിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കിട്ടും. അതിനാണ് കോർക്ക് എന്ന് പറയാം. ഓക്കെ, സോ ഈ കോർക്ക് എടുത്തിട്ട് പുള്ളിക്കാരൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നോക്കിയപ്പോൾ
പുള്ളിക്കാരൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹണി കോമ്പില്ലേ, ഹണി കോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തേനീച്ചക്കൂട്, ഈ തേനീച്ചക്കൂട് മാതിരി കുറേ കുട്ടി 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 ബോക്സസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് പോലത്തുള്ള ഒരു സ്ട്രക്ചറാണ് പുള്ളിക്കാരൻ കണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ ഹണി കോംബ് സ്ട്രക്ചർ വിത്ത് ലിറ്റിൽ കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് ഈ പാരയിൽ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കുട്ടി ബോക്സസൊക്കെ ആയിട്ട് തോന്നിയത് കൊണ്ട് പുള്ളിക്കാരൻ ഈ കുട്ടി കുട്ടി കമ്പാർട്ട്മെൻറ്റ്സിനെ സെൽസ് എന്ന് പേരങ്ങ് ഇട്ടു. സെൽസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡിലെ, ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്, ഓക്കെ, ലാറ്റിൻ ഭാഷയിലെ ലിറ്റിൽ റൂം അല്ലെങ്കിൽ ചെറിയ റൂം എന്നാണ് അതിനർത്ഥം. സോ പുള്ളിക്കാരൻ മൈക്രോസ്കോപ്പിൽ കൂടെ ഈ കോർക്ക് നോക്കിയപ്പോൾ ഈ ഹണികോം സ്ട്രക്ചറായിട്ട് തോന്നിയത്, ഹണികോം സ്ട്രക്ചർ വിത്ത് മെനി ലിറ്റിൽ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തോന്നിയത് കൊണ്ട് പുള്ളിക്കാരൻ ഈ കുട്ടി കുട്ടി കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോക്സസ് എന്നുള്ള രീതിക്ക് ലാറ്റിൻ വേർഡിൽ സെൽ എന്ന് പേരിട്ടു. അങ്ങനെയാണ് സെൽ എന്ന് പറഞ്ഞ വേർഡ് നമ്മുടെ ഈ സയൻസ്, പ്രത്യേകിച്ച് ബയോളജിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ആയിട്ട് വന്നത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പിന്നീട് സയൻസ് എന്ന് പറഞ്ഞ വേർഡിലോട്ട് പുതിയ പുതിയ വഴിത്തിരിവുകളും ടേണിംഗ് പോയിൻറ്റുമാണ് ഇത് പിന്നീട് ലീഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ലിവിങ് ഓർഗാനിസംസ് മേഡപ്പ് ഓഫ്. ഈ ജീവനുള്ള ഓർഗാനിസംസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിപ്പെട്ടേക്കുന്നത്. അതിലിവിടെ ഒരു ചെറിയ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു പാരും പിന്നെ കാണുന്ന ആ ഒരു പാരും. സോ ആ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ചെറിയ അണിയൻ ബൾബ് എടുക്കാം. അണിയൻ ബൾബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ സവാള, ഒരു ചെറിയ പീസ്, സവാളയുടെ ചെറിയൊരു പീസ് എടുത്തു കഴിഞ്ഞിട്ട് ഫോർസെപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്രികയിലെ സിസർ പോലത്തെ ഒരു ലബോറട്ടറി ടൂളാണ്. ഓക്കെ, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ കത്രികയുടെ മാതിരിയൊക്കെ ഫീൽ ചെയ്യും. സോ അതെടുത്തിട്ട് ഈ ചെറിയ പീസായിട്ടുള്ള നമ്മുടെ അണിയൻ ബൾബ് എടുത്തിട്ട് അതിൻ്റെ കോൺകേവ് ഭാഗത്തിൽ, അതായത് ഉൾഭാഗത്തിൽ ഫസ്റ്റ് ലെയർ അങ്ങ് പീൽ ഓഫ് ചെയ്യുക. അതായത് അതിൻ്റെ ഫസ്റ്റ് ലെയറിന് തൊലി അങ്ങ് എടുക്കുക. അത് എപ്പിഡെർമിസ് എന്ന് പറയും. നമ്മുടെ തൊലിയുടെ ഔട്ടർ ലെയറിനെയാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. സോ ഈ ഫോർസെപ്സ് വെച്ചിട്ട് ഈ ചെറിയ ഒണിയൻ ബൾബിൻ്റെ കോൺകേവ് ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് അങ്ങ് തിൻ ലെയർ പീൽ ഓഫ് ചെയ്യുക. അതായത് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇതാണ് നമുക്കിനി ആവശ്യം. ഓക്കെ, അപ്പോൾ ഉൾഭാഗത്തിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അതെടുത്തിട്ട് നേരെ ഒരു വാച്ച് ഗ്ലാസ്സിലോട്ട് ഇടാം. ഈ ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഓൾറെഡി നമ്മൾ കരുതി വെക്കണം. ആ വെള്ളമുള്ള വാച്ച് ഗ്ലാസ്സിലോട്ട് ഈ പീൽ ചെയ്തിട്ടുള്ള ഒണിയൻ ബൾബിൻ്റെ പീസ് അങ്ങ് ഇടാം. ഇതിങ്ങനെ ഈ വെള്ളത്തിലോട്ട് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീൽ ഭയങ്കര തിൻ ലെയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോൾഡ് ആവോ അല്ലെങ്കിൽ ഡ്രൈ ആവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഈ വെള്ളത്തിലിടുന്നത്. ജസ്റ്റ് 1 ഡ്രോപ്പ് ഓഫ് വാട്ടർ മതി. അതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ലൈറ്റ് എടുക്കാം. ആ ഗ്ലാസ് ലൈറ്റിലോട്ട് 1 ഡ്രോപ്പ് ഓഫ് വാട്ടർ ജസ്റ്റ് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അതിലോട്ട് ഇപ്പം നമ്മൾ ഇട്ടേക്കുന്ന വാച്ച് ഗ്ലാസ്സിലോട്ട് ഇട്ടേക്കുന്ന ഒരു പീലില്ലേ, ആ പീലിൻ്റെ ചെറിയൊരു പീസ് അങ്ങ് മുറിച്ചിട്ട് ഒരു പെയിൻറ്റ് ബ്രഷ് ടച്ച് ചെയ്യിപ്പിച്ചിട്ട് പതുക്കെ ഈ ഗ്ലാസ് ലൈറ്റിലോട്ട് അങ്ങ് വയ്ക്കാം. ഓക്കെ, അത് വെച്ച് കഴിഞ്ഞിട്ട് സാഫ്രിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സൊല്യൂഷനുണ്ട്. ഓക്കെ, സാഫ്രാനിൻ സൊല്യൂഷൻ ഇതൊരു സ്റ്റെയിനാണ്. സ്റ്റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കളറുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ സ്റ്റെയിൻ എന്ന് പറയാം. പല സ്റ്റെയിൻസുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ബയോളജിയിൽ തന്നെ പല പല കളേഴ്സുള്ള സ്റ്റെയിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ സാഫ്രിനൻ സൊല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെയിന് റെഡിഷ് കളറാണ് ഉള്ളത്. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഇപ്പോൾ പീൽ ഓഫ് ചെയ്തിട്ടുള്ള ഈ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഫുൾ ഒരേ കളറായിരിക്കും. നമ്മുടെ കണ്ണിന് അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെയാണ് അവിടെ കാണുന്നതെന്ന്. അപ്പോൾ കളറ് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തൊക്കെ പാർട്സാണ് ഉള്ളതെന്ന്. സിമ്പിളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറില്ലാത്തൊരു വസ്തുവിനെ നമ്മൾ കളർ ആഡ് ചെയ്യാനായിട്ട് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
അപ്പോൾ ഈ സാഫ്രണിൻ സൊല്യൂഷൻ നമ്മൾ റെഡിഷ് കളറായിട്ടുള്ള ഈ സാഫ്രണിൻ സൊല്യൂഷൻ നമ്മൾ ഇതിലോട്ടങ്ങ് ജസ്റ്റ് ഫ്യൂ ഡ്രോപ്സ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് കവർ സ്ലിപ്പിൽ ഒരു സ്മോൾ റൗണ്ട് കവർ സ്ലിപ്പ് അത് ഇതിൻ്റെ മുകളിൽ ഈ സ്പെസിമെനിൻ്റെ മുകളിലോട്ട് പതുക്കെ അങ്ങ് വയ്ക്കാം, പതുക്കെ അങ്ങ് കവർ ചെയ്യാം. ഇത് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എയർ ബബിൾസിനെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, എയർ ബബിൾസ് ഇല്ലാത്ത രീതിക്ക് വേണം ഇത് കവർ സ്ലിപ്പ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ പതുക്കെ യൂസ് ചെയ്യാം. നീഡിൽ വെച്ചിട്ട് പതുക്കെ അങ്ങ് കവർ സ്ലിപ്പ് പതുക്കെ ആയിട്ട് അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ സ്പെസിമെൻ അങ്ങ് പ്രിപ്പയർ ആയി. നമുക്ക് ഗ്ലാസ് സ്ലൈഡാണ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കേണ്ടത്. ഗ്ലാസ് സ്ലൈഡിന് മുകളിൽ എന്താണ് സ്പെസിമെൻ? ഒരു സ്മോൾ പീസ് ഓഫ് പീൽ ചെയ്തപ്പെട്ട ഓണിയൻ ബൾബ്. അത് നേരെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ലാബിൽ സാധാരണ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പൊക്കെയാണ് യൂസ് ചെയ്യാം. ഇത് ഈ പിക്ചറിൽ കാണുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ആ ലെൻസിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആ ഭാഗത്തിലോട്ട് വയ്ക്കാം. എന്നിട്ട് ആദ്യം ലോ പവറിൽ പിന്നീട് ഹൈ പവറിലോട്ട് മാറ്റിയിട്ട് ലെൻസിൽ കൂടെ നോക്കുക. നോക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഒബ്സർവേഷൻ ഷീറ്റിൽ വരയ്ക്കുക. എന്താണ് നമുക്കത് ആ ലെൻസിൽ കൂടെ കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കുക. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ മാതിരി സ്ട്രക്ചർ ആയിരിക്കും കാണാം. ഓക്കെ, ആ സ്ട്രക്ചറിൻ്റെ ചെറിയൊരു പോർഷനാണ്. അതായത് കുറേ കുട്ടി സെൽസ് ഉണ്ട്. ആ സെൽസിന് അവിടെ കുറേ ഉള്ളിൽ കണ്ടു ബ്ലാക്ക് കുറേ ഡോട്ട്സുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ കുട്ടി കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ബോക്സസ് എന്ന് പറയുന്ന സംഭവമല്ലേ, അതിനാണ് പുള്ളിക്കാരൻ സെൽസ് എന്ന് വിളിച്ചേക്കുന്നത്. അതായത് സ്മോൾ ബോക്സസ് എന്ന പോലെ. ഈ ഓരോ കുട്ടി ബോക്സസുകളുടെ ഉള്ളിൽ ഓരോന്ന് വീതം ജസ്റ്റ് 1 ആയിട്ടുള്ള ബ്ലാക്ക് ഡോട്ട്സുകൾ കണ്ടോ, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ഈ കുട്ടി ബോക്സസുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനാണ് നമ്മൾ സെൽസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അങ്ങനെയാണ് പേരിട്ടേക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എടുത്ത പീലില്ലേ, ആ പീല് നമുക്ക് പല രീതിക്ക് അല്ലെങ്കിൽ പല ഷേപ്പുകളിൽ കട്ട് ചെയ്തിട്ട് ഇതേമാതിരി പ്രൊസീജിയറിൽ കൂടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പല സൈസിലുള്ള പീൽസ് നമ്മളെടുത്താലും നമുക്ക് സെയിം സ്ട്രക്ചർ തന്നെയാണ് കിട്ടുന്നത്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിഫറെൻറ്റ് സൈസസ് ഓൾ വി ഹാവ് ഗോട്ട് ദ സെയിം സ്ട്രക്ചർ അണ്ടർ മൈക്രോസ്കോപ്പ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോൾ സ്ട്രക്ചർ നമ്മൾ സെൽസ് എന്നും പറയുന്നു. ഈ സെല്ലാണ് ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ്. ഈ നമ്മുടെ ഒണിയൻ ബൾബിലെ ഈ ഒണിയൻ ബൾബിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഈ കുട്ടി സെൽസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ കുറേ സെൽസ്, ഈ കുട്ടി സെൽസ് കുറേ നമ്മൾ സെൽസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓണിയൻ ബൾബ് കിട്ടും. ഇതേപോലെ തന്നെയാണ് എല്ലാ ഓർഗാനിസംസും, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഓർഗാനിസംസും ഇതുമാതിരി സെൽസായിട്ടാണ് ബേസിക് ബിൽഡിംഗ് യൂണിറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നത്. അതിപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അടക്കം ഈ കുട്ടി സെൽസ് ഇങ്ങനെ യോജിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിമൽസ് ആയിക്കോട്ടെ ഫിഷ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഈ കുട്ടി സെൽസ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് പിന്നീട് നമുക്ക് എന്താ പറയുക അതിന് കാണാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ചില LED സ്ക്രീൻസൊക്കെ ഉണ്ടായിരിക്കില്ലേ, ചില കാണാൻ പറ്റും ഈ TVസൊക്കെ. സൂം ചെയ്ത് നോക്കുമ്പോൾ കുറേ ബോക്സ് കാണാൻ പറ്റും. സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കില്ല, അത് കാണാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ എന്താണ് ആ പിക്ചർ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് നമ്മൾ സൂം ഇൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പിൽ കൂടെ ഉള്ളിലോട്ടങ്ങ് പോകുമ്പോൾ മാത്രമാണ് ആ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇവിടെ വരെയുള്ള കോൺസെപ്റ്റ്സ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ സിംഗിൾ സെൽസ്, ഏതൊരു വലിയ ഓർഗാനിസത്തിന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ സിംഗിൾ സെല്ല് നമുക്ക് കാണാൻ പറ്റും. ഈ സിംഗിൾ സെൽസ് കുറേ യോജിച്ച് കഴിഞ്ഞാലാണ് ഈ ഓർഗാനിസംസ് ആയിട്ട് വരുന്നത്. ഇതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റിലെ ആ കോൺസെപ്റ്റിന് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും. ഓക്കെ, സോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലല്ലല്ലോ ഇപ്പോൾ ഞാൻ അവിടെ പറഞ്ഞേക്കുന്നത്. ഈ ഒരു സെല്ല് തന്നെ കുറേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ
കുറേ സെൽസായി. അങ്ങനെ കുറേ സെൽസ് കൊണ്ട് ഉണ്ടാവുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ്, പിന്നെന്താ ആനിമൽസ്, പ്ലാന്റ്സ്, ഇവരൊക്കെ. പക്ഷേ വേറൊരു കാറ്റഗറി ഉണ്ട്, ജസ്റ്റ് ഒരു ഒറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇത് തന്നെയാണല്ലേ, ഇവിടെ ഇപ്പോൾ കുറേ സെൽസ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു ഒറ്റ സെല്ല് മാത്രം ലിവ് ചെയ്യുന്ന ഓർഗാനിസംസുകളും ഉണ്ട്. അവരെ നമ്മൾ എന്താ വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കുക. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ആണ്. ഈ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് ദേ ലിവ് ഓൺ ദെയർ ഓൺ. അതായത് ആ ഒരൊറ്റ സെല്ലിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവരവരുടെ ലൈഫ് അങ്ങ് ജീവിച്ച് തീർക്കും. എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അമീബ, ക്ലാമിഡോമോണാസ്, പാരമീസിയം ബാക്ടീരിയ, എക്സെട്ര. ഇനി നമുക്ക് ഇതുവരെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ് ഇവിടെ വരെ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഈ ബോക്സിലോട്ട് കടക്കാം. ബോക്സ് ജസ്റ്റ് കുറച്ച് ഇൻഫോർമേഷൻ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് നോട്ട്സിൽ എഴുതി വെച്ചാൽ മതി. അല്ലാണ്ട് ഇത് ജസ്റ്റ് ടേബിൾ ഔട്ട് ചെയ്യുക. ഇവിടെ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുകളാണ് മെയിൻലി എഴുതിയേക്കുന്നത്. ഈ ഓരോരുത്തരും എന്തൊക്കെയാണ് കണ്ടെത്തിയേക്കുന്നത് എന്നുള്ള ഇൻഫോർമേഷൻ മാത്രമാണ് ഈ ബോക്സിൽ പറഞ്ഞേക്കുന്നത്. അത് ഞാനിപ്പോൾ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞുതരാം. ഈ പറയുന്ന രീതിക്ക് ഒരു നോട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന മാതിരിയല്ല, വളരെ എളുപ്പമാണ്. അപ്പോൾ സെൽസിനെ കുറിച്ചിട്ട് ആണ് ബേസിക്കലി സെൽസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളുടെ പേരും അവർ കണ്ടെത്തിയേക്കുന്ന ബേസിക് കാര്യങ്ങളാണ് ഈ ബോക്സിൽ പറഞ്ഞേക്കുന്നത്. സോ സെൽസിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യമായി സെൽസ് കണ്ടെത്തിയേക്കുന്ന നമ്മുടെ റോബർട്ട് ഹൂക്കാണ്. ഓക്കെ, റോബർട്ട് ഹൂക്ക്. അത് 1665 പുള്ളിക്കാരൻ കണ്ടെത്തിയേക്കുന്നത്. പുള്ളിക്കാരൻ എന്താണ് കോർക്ക് സ്ലൈസിൽ നിന്നാണ് സെൽസ് കണ്ടെത്തിയേക്കുന്നത് അല്ലേ. അത് എന്തിലൂടെയാണ്? പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ്. അത് വെൽ ഡെവലപ്ഡ് അല്ലാത്ത പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിലൂടെയാണ് പുള്ളിക്കാരൻ ഈ സെല്ലെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കണ്ടെത്താനും കോർക്ക് സ്ലൈസിൽ കൂടെയാണ് ഇത് കണ്ടെത്തിയേക്കുന്നത്. പിന്നീട് വരുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കണ്ടോ, ല്യൂവൻ ഹൂക്ക്. ഈ ല്യൂവൻ ഹൂക്ക് 1674 പുള്ളിക്കാരൻ്റെ കണ്ടുപിടുത്തം കേട്ടോ. പുള്ളിക്കാരൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇംപ്രൂവ്ഡ് മൈക്രോസ്കോപ്പാണ്. നമ്മുടെ റോബർട്ട് ഹൂക്ക് എന്തായിരുന്നു? പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പിലൂടെയായിരുന്നു. ഇവിടെ ല്യൂവൻ ഹൂക്ക് ഇൻ 1674 ഇംപ്രൂവ്ഡ് മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായിട്ടൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരാണ് ഫസ്റ്റായിട്ട് ഇത് ചെയ്തത്. നമ്മുടെ ഈ പോണ്ട് വാട്ടറിൽ, അതായത് കുളത്തിലുള്ള വെള്ളം എടുത്തിട്ട് പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ കുറേ ഫ്രീ ലിവിങ് സെൽസിനെ അങ്ങനെ കണ്ടെത്തി. അതായത് ഫ്രീ ലിവിങ് സെൽസ് ഇപ്പോൾ നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മുടെ കണ്ണിന് കാണാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ചുറ്റും നമുക്ക് കാണുന്ന കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായുള്ളൂ എന്നുള്ളൊരു ചിന്താഗതികളൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത്. പക്ഷേ ഈ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയതിന് ശേഷമാണ് അതങ്ങനെയല്ല എന്നുള്ള ആ ഒരു ബോധത്തിലോട്ടൊക്കെ വന്നിട്ടുള്ളത്. സോ നമ്മുടെ ല്യൂവൻ ഹൂക്ക് ഇംപ്രൂവ്ഡ് മൈക്രോസ്കോപ്പിലൂടെ പോണ്ട് വാട്ടർ എടുത്ത് ഒബ്സർവ് ചെയ്തപ്പോൾ ഫ്രീ ലിവിങ് സെൽസിനെ കണ്ടെത്തി. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആര്? നമ്മുടെ റോബർട്ട് ബ്രൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റോബർട്ട് ബ്രൗൺ ഇൻ 1831. ഈ 1831 എന്ന് പറഞ്ഞ ഇയറിൽ റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ട് എന്നാണ്. ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചു തന്നില്ലേ, മറ്റേ ബോക്സസുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ സെൽസിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് സ്പോട്ടുള്ള സംഭവം. ആ ബ്ലാക്ക് സ്പോട്ടിനാണ് നമ്മൾ, ആ പിക്ചറിൽ കാണുന്ന ബ്ലാക്ക് സ്പോട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരനാണ് സെല്ലിലുള്ള ന്യൂക്ലിയസിനെ കണ്ടെത്തിയേക്കുന്നത്. ആരാ? റോബർട്ട് ബ്രൗൺ. സോ എന്തായി ന്യൂക്ലിയസ് എന്ന് ഞാൻ വ്യക്തമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ ബേസിക്കായിട്ട് ന്യൂക്ലിയസ് കൺട്രോൾസ് ആൻഡ് റെഗുലേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. അതൊരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ്. അതായത് ഒരു സെല്ലിലുള്ള സ്പെഷ്യലൈസ്ഡ് പ്രത്യേകതരം ഒരു കോമ്പോസിഷനുള്ള ഒരു സ്ട്രക്ചറാണ്. ജസ്റ്റ് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് ഈ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിനുള്ള ഇമ്പോർട്ടൻസ് മാതിരി തന്നെ ഓരോ സെല്ലുകളിലും എല്ലാ കാര്യം കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ആ ഒരു ഓരോ സെൽസിനും ഓരോരോ പണികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ പെർഫോമൻസ് ചെയ്യാൻ ഓരോ ഫങ്ഷൻസ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആ ഓരോ സെൽസും ചെയ്യേണ്ടി വരും. സോ ആ കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള ആ ഒരു സെല്ലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു മാസ്റ്ററാണ് നമ്മുടെ ന്യൂക്ലിയസ്. അത് എല്ലാ സെല്ലുകളിലും ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും മിനിമം. സോ അതാണ് നമ്മുടെ റോബർട്ട് ബ്രൗൺ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേഴ്സൺ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് പെർക്കിഞ്ചി എന്ന് പറയുന്ന, പെർക്കിഞ്ചി അല്ലെങ്കിൽ പുർക്കിഞ്ചി എന്ന് ചിലർ വിളിക്കാറുണ്ട്. സോ പെർക്കിഞ്ചി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടാണ്. പുള്ളിക്കാരൻ 1839 എന്ന് പറഞ്ഞ ഇയറിലെ പുള്ളിക്കാരൻ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞ വേർഡ് അല്ലെങ്കിൽ ടേമിനങ്ങ് കോയിൻ ചെയ്തു, അതായത് പേരങ്ങ് ഇട്ടു. ഇനി എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിൽ ഉള്ള ഫ്ലൂയിഡ് സബ്സ്റ്റൻസ്, ഫ്ലൂയിഡ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ലിക്വിഡ് മാതിരി, സെമി ലിക്വിഡായിട്ടുള്ള ഒരു ഹാൻഡ് വാഷൊക്കെ മാതിരി കൺസിസ്റ്റൻസിയുള്ള ഒരു സബ്സ്റ്റൻസാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. അതൊരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആണ്. സെല്ലിലെ ഉള്ള ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസിനാണ് പുള്ളിക്കാരൻ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പേരങ്ങ് ഇട്ടേക്കുന്നത്. അതിന് നമ്മൾ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ പുർക്കിഞ്ചി കോയിൻഡ് ദ ടേം പ്രോട്ടോപ്ലാസം. ഈ പ്രോട്ടോപ്ലാസത്തിനെ കുറിച്ചിട്ടും ന്യൂക്ലിയസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് വ്യക്തമായിട്ട് പറയാം. അടുത്ത കാര്യം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യത്തിനാണ് സെൽ തിയറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് സ്ക്ലെയ്ഡൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, വേറൊരു സയൻറ്റിസ്റ്റും ഉണ്ട്, സ്റ്റുവാൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റും. സോ സ്ക്ലെയ്ഡനും സ്റ്റുവാനും എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ, ബട്ട് വ്യത്യസ്തമായിട്ടുള്ള ഇയേഴ്സിൽ. സ്ക്ലെയ്ഡൻ ആണ് ആദ്യം, ദാറ്റ് ഇസ് 1838 സ്റ്റുവാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1839, ജസ്റ്റ് 1 ഇയർ ഡിഫറൻസേ ഉള്ളൂ. ഈ വർഷങ്ങളിൽ ഇവർ രണ്ടു പേരും കൂടിയിട്ട് സെൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി അങ്ങ് ഉണ്ടാക്കി. അതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്ലാന്റും ഏതൊരു ആനിമലും സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കപ്പെട്ടേക്കുന്നത്. ഓൾ ദി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഒരു പോയിൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ ബേസിക് യൂണിറ്റാണ് ഈ സെൽ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തിയറിക്കാണ് സെൽ തിയറി എന്ന് പറയുന്നത്. ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തിയറി ആരും ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സയൻറ്റിസ്റ്റുകളാണ്. ആരൊക്കെയാണ് അവർ? ഒന്ന് സ്ക്ലെയ്ഡനും ഒന്ന് സ്റ്റുവാനും. ഓക്കെ. പിന്നീട് അതായത് ഇതിപ്പോൾ 1838 1839 സംഭവിച്ചേക്കുന്നത്. അവിടുന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് 1855 എന്ന് പറഞ്ഞ ഇയർ ആയപ്പോൾ വെർഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ ഈ സെൽ തിയറിക്ക് കുറച്ചും കൂടി അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അതായത് കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് പുള്ളിക്കാരൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ലൂടെ പോയപ്പോൾ പുള്ളിക്കാരൻ സെൽ തിയറിയിൽ നിന്ന് കുറച്ചും കൂടി അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. ഒരു കാര്യം കൂടി പുള്ളിക്കാരൻ അങ്ങ് ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അതായത് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായത് ഇപ്പോൾ ഒരു സെൽ എ എന്ന് പറയുന്ന ഒരു സെൽ എന്ന് പറഞ്ഞൊരു സെല്ലുണ്ടായി. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. എ എന്ന് പറഞ്ഞൊരു സെൽ, ആ സെൽ അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ബിയും സിയും സ്വന്തമായിട്ടൊക്കെ ഓണായിട്ട് അങ്ങ് ഡിവൈഡ് ആവാം. എ എന്ന് പറയുന്ന ഒരു സെല്ല് സ്പ്ലിറ്റായിട്ട് ബിയും സിയും എന്ന് പറഞ്ഞ സെല്ലായി അല്ലേ. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ സെല്ല് എവിടെ നിന്നാണ് ഉണ്ടായത്? എ എന്ന് പറഞ്ഞ സെല്ലാണ്. സെല്ലിൽ നിന്നാണ് ബി എന്ന് പറഞ്ഞ സെല്ലും സി എന്ന് പറഞ്ഞ സെല്ലും ഉണ്ടായത്. ഇനി ബി എന്ന് പറഞ്ഞ സെല്ല് വീണ്ടും സ്പ്ലിറ്റായിട്ട് B1ഉം B2ഉം ആവാണ്. സി എന്ന് പറഞ്ഞ സെല്ല് സെൽഫായിട്ട് വീണ്ടും സ്പ്ലിറ്റായിട്ട് C1ഉം C2ഉം ആവാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു സെല്ല് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വേറെ സെല്ലിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത് അല്ലേ. അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സെല്ലിൽ നിന്നാണ് ഇപ്പോൾ ഉള്ള സെല്ല് ഉണ്ടായേക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ വെർഷോ ആഡ് ചെയ്തത്. അതായത് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ. അപ്പോൾ ആ കോൺസെപ്റ്റും അവിടെ തീർന്നു. ഇനിയെന്ന് പറയുന്ന
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇത്രയും വർഷങ്ങൾ നമ്മളിപ്പോൾ 80s ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. 1940 എന്ന് പറഞ്ഞ ഇയറിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു വരവ് വരുന്നത്. ഓക്കെ, സോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1940. ഈ മൈക്രോസ്കോപ്പിലൂടെ ഇതൊരു അഡ്വാൻസ്ഡ് മൈക്രോസ്കോപ്പാണ്, ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പാണ്. കോംപ്ലെക്സ് സ്ട്രക്ചേഴ്സ് ഓഫ് സെൽസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് ഓർഗനൽസ് ഒക്കെ നമ്മൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയാണ് പിന്നീട് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാത്രമല്ല, നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലെക്സ് സ്ട്രക്ചേഴ്സ് ഈ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെൽ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് വേറെ വേറെ കാര്യങ്ങളുണ്ട്. ശരിക്കും എന്ന് പറഞ്ഞാൽ സെല്ല് ഒരുപാട് കോംപ്ലെക്സ് ആണ്. അപ്പോൾ ആ കോംപ്ലെക്സ് ഉള്ളിലുള്ള പല സ്ട്രക്ചേഴ്സും പിന്നീട് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റിയതും പഠിക്കാൻ പറ്റിയതും ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഇൻവെൻഷൻ കാരണം മാത്രമാണ്. സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ കുറിച്ചിട്ട് അല്ലേ. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിനെ കുറിച്ചിട്ട്, അതായത് ഒറ്റ സെല്ലുള്ള സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. സോ കണ്ടോ, സിംഗിൾ സെൽഡ്, യൂണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എന്നാണ്. സോ ഇവരുടെ എക്സാമ്പിൾസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അമീബ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിസം ഉണ്ട്. അത് ജസ്റ്റ് ഒറ്റ സെല്ലേ അവർക്കുള്ളൂ, അത്രയും സ്മോളാണ് അവർ കാണാൻ പറ്റില്ല കണ്ണിലൂടെ. പിന്നെ എന്താ, ക്ലാമിഡോമോണാസ് ഉണ്ട്, പിന്നെ പാരമീസിയ ഉണ്ട്, പിന്നെ ബാക്ടീരിയ ഉണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിൻ്റെ പോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിംഗിൾ സെല്ലുള്ളത്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി സെൽസ് ഉള്ളത്. അവരുടെ എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞ പോലെ പ്ലാന്റ്സ്, ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ്, അങ്ങനെയൊക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ all multicellular organisms has come from a single cell. അത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഒരൊറ്റ സെല്ല് സ്പ്ലിറ്റാവും അല്ല, സ്പ്ലിറ്റായിട്ട് ഏതൊരു സെല്ല് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്താലും അതിനെ ആ ഒരു സെല്ലിൻ്റെ മുമ്പ് ഒരു സെല്ലുണ്ടായിരിക്കും അല്ല, അതാണ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു ഓർഗാനിസം അത് നമ്മൾ ചുരുക്കി നമുക്ക് തിരിച്ചങ്ങ് പറയാൻ പറ്റും അല്ലേ. നമ്മളെയൊക്കെ സൂം ചെയ്ത് അങ്ങ് പോകുമ്പോൾ ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് അങ്ങ് മാറാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഹാസ് കം ഫ്രം എ സിംഗിൾ സെൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് അല്ലേ, അത് തന്നെയാണ്. സെൽസ് ഡിവൈഡ് ടു പ്രൊഡ്യൂസ് സെൽസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെല്ലങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് പിന്നീടുള്ള സെൽസുകളൊക്കെ ഇല്ലേ, ഇവരൊക്കെ ഒരേ ടൈപ്പ് ഓഫ് സെൽസുകളായിരിക്കും, പല ടൈപ്പ് ഓഫ് സെൽസുകളൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, നമ്മൾ പെയിൻറ്റിലൊക്കെ പോയിട്ട് ഒരു സർക്കിൾ അങ്ങ് വരച്ചു, ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 എന്ന് വെച്ചോ. ഓക്കെ, സോ ഈ സെല്ല് പിന്നീട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ആ സെയിം റേഡിയസ് ഉള്ള കാര്യങ്ങൾ തന്നെയല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ വേറെ ഒരു സർക്കിൾ എടുക്കാം ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ, എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, 5 അല്ലല്ലോ 10 തന്നെയല്ലേ കിട്ടുക. അതന്നെ, അതായത് നമ്മൾ ഏത് സെല്ലാണ് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ അല്ലെങ്കിൽ ഏത് സെല്ലാണ് ഇവിടെ കോപ്പി ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് സെല്ലാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്, ആ സെയിം ടൈപ്പ് ഓഫ് സെൽസിന് തന്നെയായിരിക്കും ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഓൾ സെൽസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പിന്നെ നമ്മൾ ഇൻ ഹ്യൂമൻ ബോഡി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഇനി നമുക്ക് ബേസിക്കലി എല്ലാം ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് അല്ലേ. ഹ്യൂമൻ ബോഡി ഒരുപാട് കോംപ്ലെക്സ് ആയതുകൊണ്ടാണ് കുഞ്ഞു എക്സാമ്പിൾസ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കോംപ്ലെക്സ് ബോഡി ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ബോഡീനെ കുറിച്ചിട്ട് പിന്നീട് പഠനം ഒക്കെ ബേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഒറ്റ സെല്ലല്ല പല ടൈപ്പ് ഓഫ് സെൽസുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു ഫിഗർ കണ്ടോ, ഈ ഒരു ഫിഗറിൽ തന്നെ എല്ലാതും കാണിച്ചിട്ടില്ല ഇവിടെ, പക്ഷെ കുറച്ച് എക്സാമ്പിൾസാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഈ സ്മൂത്ത് മസിൽ സെല്ല് കണ്ടോ, ഇത് കണ്ടോ, ടേപ്പറിങ് എൻഡ്സ് ഉള്ള ഒരു ഭയങ്കര തിന്നായിട്ടുള്ള ഒരു സെൽ, അതിന് സ്മൂത്ത് മസിൽ സെൽ എന്ന് പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസുകളിലുള്ള സെൽസുകൾ സൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന മാതിരി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യും.
ഓക്കെ. അപ്പോൾ ഈ ഒരൊറ്റ സെല്ല് ഒരുപാട് സെൽസ് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള മസിൽസ് ഉണ്ടാകുന്നത്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ബ്ലഡിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ഇതുമാതിരിയുള്ള സെൽസുകളാണ്. അതിന് ബ്ലഡ് സെൽസ് എന്ന് പറയും. പിന്നീട് നമ്മൾ പഠിക്കും, നമുക്ക് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, അങ്ങനെ കുറേ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. പിന്നെ നെർവ് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. സോ അവരുടെ ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് നെർവ് സെല്ലാണ്. അപ്പോൾ ഈ നെർവ് സെൽ ഇങ്ങനെയാണ് ഇരിക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ സെൽ, നമ്മുടെ ബോൺസുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ ബോൺസ് ഒക്കെ ഇതാണ് അതിൻ്റെ സിംഗിൾ യൂണിറ്റ്. പിന്നീട് ഈ ഓവം, പിന്നെ ഈ സ്പേം കണ്ടോ. ഈ ഓവമും സ്പേമും രണ്ടും റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ള രണ്ട് സംഭവങ്ങളാണ്. അതിന് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് പിന്നീട് പറയാം. ഇപ്പം മനസ്സിലാക്കുക, അത് രണ്ടും റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒരു സെല്ലാണ്. പിന്നുള്ളത് ഫാറ്റ് സെൽ. ഇത് മിക്കവാറും നമ്മുടെ ശരീരത്തിൽ ഫാറ്റൊക്കെ ഈ അടിവയറിൻ്റെ ഭാഗം, പിന്നെ നമ്മുടെ ആംസിൻ്റെ ഭാഗത്തും അങ്ങനെ ഫാറ്റൊക്കെ എവിടെയുള്ള ഈ ഫാറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം കോമ്പോസിഷൻ, ഈ ഫാറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ഇതാണ് അവരുടെ സിംഗിൾ യൂണിറ്റ്. സോ അത് അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഏതൊരു സെല്ലും, ഓക്കെ, ഏതൊരു സെല്ലിൻ്റെ ഷേപ്പും. പിന്നീടുള്ള ഈ ഒരു കുട്ടി പാരഗ്രാഫ് പറയുന്നത് വെച്ചാൽ ഇത് ഭയങ്കര സിമ്പിളാട്ടോ. ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സെല്ലിൻ്റെ ഷേപ്പും സൈസും അതിൻ്റെ സ്പെസിഫിക് ഫങ്ഷന് റിലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചില്ലേ, അതായത് ഫാറ്റ് സെൽ, പിന്നെന്താ നെർവ് സെൽസ്, ഇവർക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിച്ചു ഡിഫറെൻറ്റ് ഷേപ്സുകളാണ് അല്ലേ. കണ്ടോ, ഡിഫറെൻറ്റ് ഷേപ്സുകളാണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല സെൽസുകളുണ്ട്. പല സെൽസുകൾക്കും പല ഷേപ്പുകളാണ്, പല സൈസുകളാണ്. അപ്പോൾ ഈ സൈസും ഷേപ്പും ഒരു സെല്ലിനെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ആ സെല്ല് എന്ത് ഫങ്ഷനാണ് ചെയ്യുന്നത് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ അമീബ എന്ന് പറയുന്നില്ലേ, അമീബ എന്ന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അമീബ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗാനിസത്തിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പില്ല. ഇറ്റ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാനുണ്ടായിരിക്കും. അവർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നെർവ് സെൽസ് എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓർഗാനിസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമീബ എന്ന് പറയാം. ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പുള്ള ഒരു സെൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെർവ് സെൽസ് എന്നും പറയാം. പിന്നെന്താ, നമ്മുടെ ഏതൊരു ലിവിങ് ഓർഗാനിസം, ഏതൊരു ലിവിങ് ഫോം അല്ലെങ്കിൽ ഏതൊരു ജീവനുള്ള ഒരു വസ്തു എടുക്കുക, ഒരു ഓർഗാനിസത്തിന് എടുക്കുകയെന്ന് വെച്ചാൽ അതിലുള്ള എല്ലാ സെൽസിലും, ഏതൊരു സെല്ലായിക്കോട്ടെ, ഇപ്പോൾ ഡിഫറെൻറ്റ് സെൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഡിഫറെൻറ്റ് സെൽസ് ആയിക്കോട്ടെ, പക്ഷേ ഏതൊരു സെല്ലിലും ഒരു ജീവനുള്ള ഒരു വസ്തുവിന് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും. അതായത് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെൽസിനും ഓരോ കൈൻഡ് ഓഫ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, ഓരോ ജോലികൾ അവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിലും ഇവർക്കെല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതൊരു ലോ പോലെ, അല്ലെങ്കിൽ അതൊരു ബേസിക് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ കാര്യമാണ്. ഓക്കെ, സോ ദേ ഹാവ് ഗോട്ട് ദ ബേസിക് ഫങ്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഓൾ ദ സെൽസ്. ഇനി ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടല്ലോ, അതിപ്പോൾ ഒരുപാട് സെൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവർക്ക് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, each living cell has the capacity to perform certain basic functions that are characteristic of all living organism forms. How does a living cell perform these basic functions? അതായത് ബേസിക് ഫങ്ഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യാമെന്ന് ചോദിക്കുന്നത്. ഈ സെൽസുകൾ ഏതൊരു സെല്ലായിക്കോട്ടെ, ലിവിങ് ഫോമാണോ, ഈ സെൽസുകളിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ഇവർ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് എടുക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇത് പറയുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ പൂക്കളിടും അല്ലേ. പൂക്കളത്തിന് നമ്മൾ ആദ്യം പൂക്കൾ ഒരു ടീം നമ്മളങ്ങ് പറഞ്ഞു നിൽക്കുക പൂക്കൾ കളക്ട് ചെയ്യാനായിട്ട്, വേറൊരു ടീമിനെ നമ്മൾ പൂക്കൾ മുറിക്കാനായിട്ട്, ഇങ്ങനെ കുട്ടി കുട്ടി പീസസ് ആക്കാനായിട്ട്, വേറെ ഗ്രൂപ്പിനെ നമ്മൾ പൂക്കളിടാനായിട്ട്, പിന്നെ വേറെ ആൾക്കാർ നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോരോ ഫങ്ഷൻസ് നമ്മൾ കുറച്ച് ഓരോരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഓരോ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ. നമ്മൾക്ക് ഉള്ള പണികൾ നമ്മൾ ഓരോ ഗ്രൂപ്പ്സുകളാക്കി ഡിവൈഡ് ചെയ്യില്ലേ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് ഫങ്ഷൻ ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് അങ്ങ് നടക്കുവാണ്. അപ്പോൾ ഒരു സെല്ലിൽ ഇതുപോലെ ഒരുപാട് ഫങ്ഷൻസ് അങ്ങ് നടക്കുവാണ്. അപ്പോൾ ആ ഫങ്ഷൻസൊക്കെ കറക്റ്റായിട്ട് അങ്ങ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൂടെയാണ് ഇത് നടത്തപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിഫറെൻറ്റ് പാർട്സിന് ഡിഫറെൻറ്റ് ഫങ്ഷനാണ്. നമ്മുടെ ഇപ്പോൾ കണ്ണിന് കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ കാഴ്ചയെ കാണാനാണ്. അതുപോലെ ചെവി എന്ന് വെച്ച് നമ്മൾ ഹിയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങൾക്കും പല ഫങ്ഷൻസുകളാണ് ഉള്ളത്. അത് ഈ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹാർട്ട് എന്തിനുള്ളതാണ്? ഹാർട്ട് എന്ന് പറഞ്ഞൊരു ഓർഗന് എന്താണ് അതിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സ്റ്റൊമക്ക് എന്തിനാണ്? സ്റ്റൊമക്ക് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ സെൽസിൽ സ്പെസിഫിക് ആയിട്ട് കുറേ കമ്പോണൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ജനറൽ ഇൻഫോർമേഷനാണ്. നമ്മുടെ ഒരു സെല്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആ ഒരു പിക്ചറിൽ നമ്മൾ കണ്ടേക്കുന്നത് ആ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ആ ഒരു സിമ്പിളായിട്ടുള്ള മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടപ്പോഴാണ് അങ്ങനെ ആയത്. ഓക്കെ, സോ പക്ഷേ ശരിക്കും സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ട്രക്ചേഴ്സുകളുണ്ട്. അത് സ്പെസിഫിക് കമ്പോണൻസ് ആണ്. അതായത് ഓരോ സ്ട്രക്ചേഴ്സും സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓരോ സ്പെസിഫിക് കമ്പോണൻസിനും ഓരോ പണികളാണ് ഉള്ളത്. അത് പിന്നീട് നമ്മൾ പഠിക്കും. പക്ഷേ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോണൻസിനെ നമ്മൾ സെൽ ഓർഗനലൈസ് എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്ന് ഓരോ സെല്ലുകളിലും ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഓരോ ഡിവിഷൻസ് അല്ലെങ്കിൽ ഓരോ ആ ലേബർ പണികളും ചെയ്യാനായിട്ട് കുട്ടി സ്പെസിഫിക് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട് ഒരു സെല്ലിൽ. ആ കമ്പോണൻസുകളുടെ പേരാണ് സെൽ ഓർഗനലൈസ്. അപ്പോൾ ഈ ഒരു സെൽ ഓർഗനലൈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ അവർ പറയുന്നത്. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ, എ സെൽ ഇസ് എബിൾ ടു പെർഫോം ആൻഡ് ലിവ് all its functions because of its organelles. ഒരു സെല്ലിന് ജീവിക്കാനും പിന്നെ അതിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് അല്ലെങ്കിൽ പണികൾ പെർഫോം ചെയ്യാനും പറ്റുന്നത് ഈ ഓർഗനൽസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഈ ഓർഗനൽസ് കാരണം മാത്രമാണ്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓരോ ഓർഗനൽസും. അപ്പോൾ പിന്നീട് നമുക്ക് ഈ ഓരോ ഓർഗനൽസിൻ്റെ പേരും അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ആക്ടിവിറ്റീസും പിന്നീട് പഠിക്കാം. These organelles together constitute the basic unit of the cell. അപ്പോൾ നമ്മുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റാണ് സെൽ. ഈ സെല്ലിൻ്റെ ബേസിക് യൂണിറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ സെൽ ഓർഗനലൈസ് ആണ്. അപ്പോൾ ഈ എല്ലാം സെൽ ഓർഗനലൈസും കൂടിയിട്ടാണ് ഈ സെല്ലുണ്ടാവുന്നത്. എന്നിട്ട് ഈ സെല്ലാണ് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. Okay, so it is interesting that all cells are found to have the same organelles. അതായത് ഇപ്പോൾ ഒരു സെല്ലിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു സെല്ലിൽ ഇപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ട് ഓർഗനൽസ് ഉണ്ടെന്ന് വിചാരിച്ചു. മറ്റൊരു സെല്ലിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്ന വേറൊരു സെല്ലിൽ നോക്കിക്കഴിഞ്ഞാലും ഇവന്മാർ തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. അതായത് ഏത് ഡിഫറെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സെൽ നമ്മൾ എടുത്താലും അവരുടെ ഉള്ളിലെ എല്ലാവരുടെയും സെയിം ആയിട്ടുള്ള ഈ ഓർഗനൽസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഈ പാരഗ്രാഫ് ഇവിടെ തീരുന്നു.